അയ്യോ. നിന്റെ തൂല് കാരണം എന്തായാലും സൂപ്പ് രക്ഷപ്പെട്ട പോപ്പാൻ. നീ ഒരു മഹാൻ തന്നെയാണ്. ആ കാർ എവിടെ അന്വേഷിച്ചാൽ നമുക്ക് സൂപ്പ് കിട്ടും ഹണി. ഇപ്പോഴാണ് എന്റെ മൂക്കിന്റെ ആവശ്യം വരുന്നത്. ഞാൻ അതിനെ മണത്ത് കണ്ടുപിടിക്കാം. യു ടേൺ എടുക്ക്. യു ടേൺ. നല്ല രസമുണ്ടായിരുന്നു. വൺസ് മോർ, വൺസ് മോർ. എല്ലാവരും വേഗം പോസ്റ്റ് കയറ്. അയ്യോ, ഇത് രക്ഷിക്കണേ. അയ്യോ. ഹായ് സൂപ്പ്, വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. ഈ വെള്ളത്തിന് നല്ല തണുപ്പാണല്ലോ. മിക്കവാറും വല്യമ്മാവിന് മുമ്പ് ഈ സൂപ്പ് ഞാൻ തന്നെ കുടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഹണി, ഈ സൂപ്പ് കൊച്ചളിയനെ പോലെ സൂക്ഷിച്ചു വെച്ചേ. എന്റെ കൊച്ചളിയനെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ സൂപ്പിനെ എങ്ങനെ സൂക്ഷിക്കാനാ ബണി? ഇനി കുറച്ചു ദൂരം മാത്രമേ കൂട്ടുകാരെ. ഈ പല കഷ്ടത്തിൽ നിന്നും മാറരുതേ. നിങ്ങളെ സൂപ്പിനെ സൂക്ഷിച്ചോണേ. അവസാനം നമ്മൾ നന്ദുവിന്റെ വീട്ടിലെത്തി. പക്ഷേ ഈ ബണി എവിടെ പോയി? ഇനി ആ വെള്ളപ്പൊക്കത്തിലുള്ള വെള്ളമെല്ലാം കുടിച്ച് എന്റെ കൊച്ചളിയൻ തടിയനളിയനായോ? നീ എവിടെയാണ് ബണ്ണി? ഞാൻ ദേ ഇവിടെയുണ്ട്. നീ എന്താ റേഡിയോ കൂട്ടാണോ വിളിച്ചു പറയുന്നേ? കാരണം നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ നിന്നെ കാണുന്നില്ലല്ലോ. ഈ മരത്തിന്റെ മുകളിലേക്ക് നോക്ക്. നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ പോയത് റോഡിലെ സ്വീപ്പർ പൈപ്പിന്റെ അടപ്പ് തുറക്കാൻ വേണ്ടിയായിരുന്നു. അതുവഴി വെള്ളപ്പൊക്കത്തിലുണ്ടായ വെള്ളമെല്ലാം അതിലൂടെ ഒഴുകിപ്പോയി. അതെന്തായാലും കലക്കിലെ കൊച്ചളിയാ. രൂപം കൊണ്ടല്ലെങ്കിലും ബുദ്ധി കൊണ്ട് നീ എപ്പോഴും എന്നെ പോലെ തന്നെയാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ നിൽക്കുന്നില്ലല്ലോ. കുട്ടിക്കാലം മുഴുവൻ അവന്റെ കൂടെയാണ് നമ്മൾ കളിച്ചത്. പക്ഷെ ഇപ്പൊ അവൻ നമ്മളെ ഓടിക്കുകയാണ്.
ബോള് കാരണം ഒരു ഗുണം ഉണ്ടായി. ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും നല്ല ഫിറ്റ് ആകും. ഡയറ്റിംഗ്. കർത്ത, നീ എന്തിനാ ഇത്ര അർജന്റായിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ സ്കൂട്ടറിൽ ഇരിക്കാൻ പോലും കാത്തു നിന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ആ എന്താ ഇത്ര അർജന്റ് കാര്യം? ക്യാരറ്റ് കാണിക്കാനാണോ? അതെന്ന് പറയാം അല്ലെന്ന് പറയാം, ഇതൊരു വലിയ കാര്യമാണ് കൂട്ടുകാരെ. എന്നാ പിന്നെ നീ കുറച്ച് പോപ്കോൺ കൊണ്ടുപോവാ, എന്നിട്ട് പറ. ശരി, ഓക്കേ. അതൊന്നും വേണ്ട. കാര്യം എന്താ വെച്ചാ ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ പറയേ. എന്റെ വലിയ മാമൻ നാട്ടിൽ നിന്നും വരുന്നുണ്ട്. അദ്ദേഹത്തിന് ജോർദാറിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സൂപ്പ് കുടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ വേണം. ഞാൻ ഉണ്ടാക്കുന്ന ക്യാരറ്റ് സൂപ്പ് ഗ്രാമങ്ങൾ തോറി പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ തീർച്ചയായിട്ടും സൂപ്പ് ഉണ്ടാക്കി തരാം. അതെ, അതിനിപ്പോ ഇത്ര തിടുക്കം എന്തിനായിരുന്നു? അതത്ര അർജന്റ് ഒന്നും അല്ലല്ലോ. വലിയ മാമൻ നാട്ടിൽ നിന്ന് 2 മണിക്കൂർ കൊണ്ട് എത്തും. വരുമ്പോ അദ്ദേഹത്തിന് നല്ല ക്ഷീണം കാണും. 2 മണിക്കൂറുണ്ടോ? അതെ ജോർദാറെ, വലിയവൻ വരുന്നതിന് മുമ്പ് നല്ല ക്യാരറ്റ് സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരണേ. അങ്ങനെ വന്നില്ലെങ്കിൽ വലിയ മാമന് ദേഷ്യം പിടിക്കും. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചാ പിന്നെ ഉണ്ടല്ലോ, അദ്ദേഹം ആര് പറഞ്ഞാലും കേക്കില്ല. അമ്മാവൻ അത്രക്ക് ദേഷ്യക്കാരനാണോ? അല്ല, അദ്ദേഹം ഹെഡ്ഫോൺ കാതിൽ വെച്ചിരിക്കുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഒന്നും തന്നെ കേക്കില്ല. ഇതെന്തായാലും കൊള്ളാം. ഒരു തത്ത പരുന്തുകളെ നല്ലൊരു പാഠം പഠിപ്പിച്ചു. ചേട്ടാ, എന്തായാലും ഒരു കാര്യം തെളിഞ്ഞു. ശരീരം വലുതായത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. തന്റെ ഇടമുള്ള നല്ലൊരു മനസ്സ് വേണം. നമ്മൾ അവർക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യണം. കൂട്ടുകാരെ, നമ്മൾ ശരിക്കും ഇവരുടെ മുമ്പിൽ നാണം കെട്ടിരിക്കുകയാണ്. കൂടുതൽ നാണം കെടുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മാപ്പി വെച്ചിട്ട് സ്ഥലം വിടും. ഇതിലൂടെ ജനങ്ങളെ സഹായിക്കാനാവും. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാനും ഡൊണേറ്റ് ചെയ്യും. ഡൊണേറ്റ് മാത്രമല്ല, ഞാൻ 2G നെറ്റും 4G നെറ്റും 5G നെറ്റും എല്ലാം ചെയ്യും. എടാ കഴുതേ, ആ നെറ്റിന്റെ കാര്യമല്ല പറഞ്ഞേ, ഡൊണേറ്റിന്റെ കാര്യമാ പറഞ്ഞേ. അണി, നീ നിന്റെ തലച്ചോറങ്ങ് ഡൊണേറ്റ് ചെയ്തേക്ക്. അതും വളരെ പഴഞ്ചനായിരിക്കുക. സംശയമുണ്ടോ? പക്ഷെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഡൊണേറ്റ് ചെയ്യാവൂ. വരൂ, നമുക്ക് ബോക്സ് എടുത്ത് പുറത്ത് വെക്കാം. എടാ, ഞാൻ ഡോഗിയാണ്, ട്രെയിൻ ബോഗിയല്ല. എന്തിനാ എന്റെ അടുത്ത് ഇത്രയും സാധനങ്ങൾ ഏൽപ്പിച്ചത്? എടാ ഹനി, നമ്മുടെ ബോളു. ആ കൊള്ളാലോ. ഇത് നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചോണ്ടിരുന്ന ബോളല്ലേ? കഴിച്ചോ കഴിച്ചോ, നീ ടെന്നീസിന്റെ ബോളായിരുന്നു. കഴിപ്പിച്ച ഞാൻ നിന്നിപ്പോ ഫുട്ബോൾ ആക്കിയത്. ഈ പ്രാവശ്യം നീ ബോൾ കാരണം രക്ഷപ്പെട്ടത്. അയ്യോ, ഈ ബോൾ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ആക്സിഡന്റിൽ പെട്ടുപോയേനെ.
ചേട്ടൻ വണ്ടി ഓടിച്ച സ്റ്റൈൽ വെച്ച് നോക്കുമ്പോ കാൽനടയായിട്ട് പോകുന്നതിന് പോലും ലൈസൻസ് വേണ്ടി വരുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? കുഴപ്പമില്ല, നീ അയാളുടെ സംസാരിച്ചിട്ട് വാ. അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ മമ്മിയും കൂടെ ഒന്ന് ഉപദേശിച്ചിട്ട് വാ. ബോലുവിന്റെ കാര്യം നോക്കണ്ട, നാളെ ആയാലും നമുക്ക് അവനെ പിടിക്കാമല്ലോ. ദൈവമേ, ഞാൻ ഇവനെ കൊണ്ട് ഈ പാൽ എങ്ങനെയാ കുടിപ്പിക്കുക? ഇപ്പൊ നമ്മുടെ പോപ്പത്ത് മൊത്തത്തിൽ തയ്യാറാണ്. ഇനിയിപ്പൊ 3 പരുന്നുകളല്ല, പരുന്നിന്റെ പട്ടാളം വന്നാലും ഞാൻ നേരിട്ടിരിക്കും. എക്സർസൈസ് ശരീരത്തെക്കാളും തലച്ചോറിന്റെ ശക്തിയാണ് കൂട്ടുന്നത്. തലച്ചോറിന് ശക്തി ഉണ്ടെങ്കിൽ പിന്നെ ദിനോസോറിനെ പോലും നമ്മൾ പേടിക്കില്ല. ചങ്ക, ഇവന്റെ ഭാവം എന്താ? ഇത്രയും ചെറിയ തത്തയായിട്ട് പോലും അവൻ നമ്മളെ പോലെ ബോഡി ഉണ്ടാക്കാനാ നോക്കുന്നത്. എടാ, നമ്മളെക്കാളും ശക്തിശാലിയാകാൻ ശ്രമിക്കുന്നത് അവന്റെ അതിമോഹമാണ്. എന്റെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള പ്ലേറ്റ് കിട്ടുന്നില്ലല്ലോ. അവിടെ ഒരു വാച്ച് ഉണ്ട്, ആ വാച്ചിനെ വാച്ചി അതിന്റെ താഴെ നിന്റെ പ്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്ന എന്തിനാ? എന്റെ ചെവിയുടെ ലൗഡ് സ്പീക്കർ വരെ അടിച്ചു പോയി. ശാന്തരാകൂ, ശാന്തരാകൂ, ശാന്തരാകൂ. നമുക്ക് തട്ടിപ്പറിക്കണ്ട, ചോദിച്ചു വാങ്ങാം അവന്റെ പ്ലേറ്റ്. പ്ലേറ്റ്, പ്ലേറ്റ്, പ്ലേറ്റ്. ഞാൻ വാങ്ങാൻ പോവുകയാണ്, എല്ലാരും ശ്രദ്ധിച്ച് കണ്ടോളൂ. എന്റെ ചേട്ടാ, ഇങ്ങനെയാണോ ഒരു പ്ലേറ്റ് ഊരി എടുക്കുന്നത്? ഒന്ന്, എനിക്കുണ്ടല്ലോ 2 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷെ നിന്റെ വായ്നാറ്റം വെച്ച് നോക്കുമ്പോ 2 മിനിറ്റ് എന്നല്ല 2 ദിവസത്തേക്ക് നീ ശ്വാസം വിടാൻ പാടില്ല. കൊള്ളാം, 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 അടിപൊളി. ഇവന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. നമ്മുടെ അത്രയും ശക്തരായിട്ട് ഇന്ന് വേറെ ആരും തന്നെ ഉണ്ടാകാൻ പാടില്ല. എടാ പോപ്പട്ടെ, വല്ല സീനും ഉണ്ടെങ്കിൽ പറയേ. വേണ്ട വേണ്ട, നീ സീൻ പറയല്ലേ. സിനിമയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയി കണ്ടോളാം. സീൻ പറഞ്ഞു കഴിഞ്ഞാലേ സിനിമ കാണാനുള്ള മൂഡ് അങ്ങ് പോകുന്നേ. വാ കൂട്ടുകാരെ, നമുക്ക് വീട്ടിൽ പോവാം. ഇന്ന് ഇത്രയും തന്നെ ധാരാളമാ. ബാക്കിയൊക്കെ നമുക്ക് നാളെ ആവാം. അയ്യോ,
അല്ല ഇവനെന്താ പറന്നു പോവാത്തത്? വേണ്ട വേണ്ട, ഇങ്ങനെ തന്നെ നല്ലത്. പയ്യൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. വെരി ഗുഡ് പോപ്പൻ. അവസാനം കുറച്ച് പണികളൂടെ ഉള്ളൂ, എന്റെ കൂടെ വാ. ഇന്നത്തെ ദിവസം വളരെ കുറവായിരുന്നു. എത്ര പെട്ടെന്ന് രാത്രിയായത്. ഇത് രാത്രിയൊന്നും അല്ല, കാർമേഘം വന്ന് മൂടിയതാ. വേഗം വീട്ടിലെത്തണം. ഈ ഒരു കാലാവസ്ഥയിൽ സോർദാർ സൂപ്പ് ഉണ്ടാക്കി 2 മണിക്കൂറിന് മുമ്പേ കർത്തയുടെ വീട്ടിലെത്തിക്കാൻ വേണം. ജോർദാർ ഉണ്ടാക്കുന്ന സൂപ്പിന് നല്ല മധുരം ഉണ്ടാവോ? എടാ കഴുതേ, വീട്ടുകള പോപ്പട്ടെ. ഈ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുന്നത് കണ്ടിട്ട് 3 മാസത്തെ കാർമേഘം ഒരുമിച്ച് വന്നതുപോലെയാ എനിക്ക് തോന്നുന്നത്. മഴ വരുന്നതിന് മുമ്പ് ഈ സൂപ്പ് എങ്ങനെയാലും കർത്തയുടെ വീട്ടിലെത്തിക്കണം. അതെ സോർദാറെ, പറപ്പിച്ച് വിട്ട വണ്ടി. അയ്യോ വേണ്ട വേണ്ട, വണ്ടി പതുക്കെ ഓടിക്ക്, അല്ലെങ്കിൽ സൂപ്പ് താഴെ പോകും. വേണ്ട വേണ്ട, വണ്ടി കുറച്ച് സ്പീഡിൽ ഓടിക്ക്, അല്ലെങ്കിൽ സൂപ്പ് നനയും സോർദാറെ. അയ്യോ വേണ്ട വേണ്ട, വണ്ടിയുടെ സ്പീഡ് കുറച്ച് കുറയ്ക്കേ, അല്ലെങ്കിൽ ഞാൻ സൂപ്പിൽ നനഞ്ഞു പോകും. ഒരു കാര്യം ചെയ്, എന്താന്ന് വെച്ചാ നീ അങ്ങ് ചെയ്തോ, കാരണം വണ്ടി ഓടിക്കുന്നത് നീ തന്നെയല്ലേ. അയ്യോ ഇനി ഒന്നും സംഭവിക്കാനില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. സൂപ്പ് ശരിക്കും അടച്ചു പിടിക്ക്, അല്ലെങ്കിൽ അത് മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. സ്വാർത്ഥതയുള്ള സുഹൃത്തുക്കളും കാലാവസ്ഥയും അത് എപ്പോ വേണമെങ്കിലും മാറാം. എന്റെ കൂട്ടുകാരെ, ഇനി കർത്തയുടെ വീട്ടിലേക്ക് നമുക്ക് നടന്നു തന്നെ പോകേണ്ടി വരും. നീ ഒരു സംഭവം തന്നെയാണ് പോപ്പാട്ട്. നിനക്ക് തല ചെറുതാണെങ്കിലും ബുദ്ധി വലുതാണ്. നീ ഒരു മഹാൻ തന്നെയാണ് പോപ്പാട്ട്. ഈ കാറ്റ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്നെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. മേഡം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്തവരെ എപ്പോഴും അകറ്റി നിർത്തണമെന്ന്.